ഹായ് ഓൾ, വെൽക്കം ടു റിയൽ ടോക്സ് വിത്ത് അഖില. കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഞാനൊരു സിനിമ റിവ്യൂ ആയിട്ട് വരുന്നത്. ഇതിനിടയിൽ കുറച്ച് സിനിമകൾ കണ്ടെങ്കിലും ആ, ഒരു സിനിമയെ പറ്റി നെഗറ്റീവ് മാത്രം പറയണ്ട എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അതിൽ റിവ്യൂ ഒന്നും ചെയ്യാതിരുന്നത്. സോ JSK, പ്രവീൺ നാരായണൻ കഥ എഴുതി സംവിധാനം ചെയ്തെത്തിയിരിക്കുന്ന സിനിമയാണ് ജാനകി വി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സുരേഷ് ഗോപിയെ നമ്മൾ വീണ്ടും ബിഗ് സ്ക്രീനിൽ കാണുന്ന സിനിമയാണ് JSK. എനിക്ക് തോന്നുന്നു ഇതിനു മുന്നേ നമ്മൾ ചിന്താമണി കൊലക്കേസിലാണെന്ന് തോന്നുന്നു സുരേഷ് ഗോപിയെ വക്കീലായിട്ട് കണ്ടത്. ഞാൻ ട്രെയിലർ ഒക്കെ കണ്ട അത്യാവശ്യം സുരേഷ് ഗോപിയുടെ ഒരു സിനിമയാണല്ലോ, നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവും. ആ ഒരു എക്സ്പെക്ടേഷനോട് കൂടി തന്നെയാണ് ഞാൻ സിനിമയ്ക്ക് പോയതും. പക്ഷെങ്കിൽ ആ ഒരു എക്സ്പെക്ടേഷൻ മീറ്റ് ചെയ്യാൻ ഈ സിനിമയ്ക്ക് സാധിക്കാതെ പോയി എന്നാണ് എനിക്ക് തോന്നിയത്. ഒരുപാട് ക്യാരക്ടേഴ്സ്, ഒരുപാട് അനാവശ്യമായ ക്യാരക്ടേഴ്സ് തിങ്ങി നിറഞ്ഞ ഒരു സിനിമയായിട്ടാണ് എനിക്ക് JSK തോന്നിയത്. ഈ സിനിമയുടെ ഒരു ഒരു പ്രധാന ഉദ്ദേശം തന്നെ സർക്കാരിനെ പഴിചാരുക അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുക എന്നുള്ളൊരു രീതിയിലേക്കാണ് ഈ സിനിമ പോകുന്നത്. അപ്പോ അതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം അങ്ങനെ ആവശ്യമെന്ന് തോന്നാത്തത്ര കുറെ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ കുറെ ഇൻസിഡൻസ് ഒക്കെ ഇതിൽ ഉൾക്കൊണ്ടിട്ടുള്ളത്. ഒരു മെയിൻ ത്രെഡ് സിനിമയിലുണ്ട്, ഒരു റേപ്പ് വിക്ടിം, അതുമായിട്ട് ബന്ധപ്പെട്ട് ആ കുട്ടി അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അങ്ങനെ ആ ഒരു ഇൻസിഡന്റിൽ കൂടെ പോകുന്ന ഒരു മെയിൻ ത്രെഡ് ഇതിലുണ്ട്. പക്ഷെ അതുമായിട്ട് ബന്ധമില്ലാതെ വരുന്ന കുറെ അനാവശ്യമായ കാര്യങ്ങൾ, ഇൻസിഡൻസ് ഒക്കെ കൂട്ടിക്കുഴച്ചുകൊണ്ടാണ് ഈ സിനിമ മൊത്തത്തിൽ ഇങ്ങനെ പോകുന്നത്. എന്ന് വെച്ച് ഇതൊരു ഭയങ്കര മോശം സിനിമ എന്നുള്ളതല്ല, ഒരു വൺ ടൈം വാച്ചബിൾ, ഒരു ഒക്കേഷ് മൂവി, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ബട്ട് സുരേഷ് ഗോപിയുടെ കാര്യത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ ആ ഒരു സ്ക്രീൻ പ്രസൻസ്, ആളുടെ പെർഫോമൻസ്, ഡയലോഗ് ഡെലിവറി ഒക്കെ ഇപ്പോഴും ആ ഒരു എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും സ്ക്രീനിൽ. അത്യാവശ്യം ലെങ്ത് ഉണ്ട് ഈ സിനിമയ്ക്ക്. എനിക്ക് തോന്നുന്നു ഒരു ഓൾമോസ്റ്റ് 2.75 തൊട്ട് 3 മണിക്കൂർ വരെ ഉണ്ടെന്ന് തോന്നുന്നു സിനിമ. അത്രയും ലെങ്ത് ആണെന്നുണ്ടെങ്കിൽ സുരേഷ് ഗോപി അങ്ങനെ ത്രൂ ഔട്ട് ഉണ്ടെന്ന് ഒരു ഫീൽ എനിക്ക് ഉണ്ടായില്ല. ബട്ട് വരുന്ന സീൻസ് ഒക്കെ ഭയങ്കര പുള്ളിയുടെ പെർഫോമൻസ് ആയിട്ട് ഭയങ്കര രസമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ടുവേർഡ്സ് ലാസ്റ്റിലേക്കൊക്കെ വരുമ്പം ഒരു ഫൈറ്റ് സീനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ എടുത്തേക്കുന്നതൊക്കെ നല്ല രസമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ അനുപമയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം തന്നെ ആൾക്ക് കിട്ടിയ റോള് ചെയ്തിട്ടുണ്ട്. മലയാളത്തില് നമ്മളങ്ങനെ കാണുന്നില്ല, പക്ഷെങ്കിൽ ഈ റോള് നല്ലോണം മോശമില്ലാണ്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ബൈജുവിന് കിട്ടിയ റോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്, നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ പണ്ട് ചെറുപ്പത്തിലുള്ള റോൾസിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള യദു കൃഷ്ണൻ, പിന്നെ റീസെന്റ് സീരിയലിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഒരു സിനിമയിൽ കാണുന്നത്. ആൾക്ക് കിട്ടിയ റോളും നല്ല രസമായിട്ട് തന്നെ യദു ചെയ്തിട്ടുണ്ട്. പിന്നെ വരുന്ന ക്യാരക്ടേഴ്സ് ഒന്നും അങ്ങനെ ഭയങ്കര എടുത്തു പറയുമ്പോൾ ദിവ്യ പിള്ളയുടെ റോളുണ്ട്. അതങ്ങനെ ഭയങ്കര ഇമ്പാക്ട് വരുത്തുന്നതായിട്ടുള്ള ക്യാരക്ടേഴ്സും കാര്യങ്ങളും ഒന്നുമില്ല. പെർഫോമൻസ് വൈസ് എനിക്ക് പക്ഷെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടാതെ പോയ ക്യാരക്ടർ മാധവന്റേതാണ്. ഭയങ്കര ബോറായിട്ട് തോന്നി ശരിക്കും ആളുടെ ക്യാരക്ടർ. ഈവൻ ഡയലോഗ് ഡെലിവറി ആയാലും അല്ലെന്നുണ്ടെങ്കിൽ എക്സ്പ്രഷൻസ് ആയാലും ഒക്കെ വെറുതെ ഇങ്ങനെ വാരിയിടുന്ന പോലെയും ഒട്ടും ഒരു സുഖമില്ലാത്ത പോലെ ഓവർ ആയിട്ടുള്ള, അങ്ങനെ ഒരു സുഖമില്ലാത്തൊരു അഭിനയമായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല റോളായിരുന്നു ഇതിൽ ശ്രുതി രാമേന്ദ്രൻ ചെയ്തത്. ടുവേർഡ്സ് എൻഡ് കുറച്ച് ഭാഗത്തേക്ക് മാത്രമേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ആ കിട്ടിയ ഭാഗം നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല ഡയലോഗ് ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയായിട്ട് ആ ക്യാരക്ടർ വന്നിട്ടുണ്ട്. അതുപോലെ വില്ലനായിട്ട് വന്നൊരു ആളുണ്ട്. പുള്ളി ടുവേർഡ്സ് എൻഡിലേക്കാണ് ഒരു വില്ലനാണെന്നുള്ള രീതിയിലേക്ക് വരുന്നത്. പുള്ളിയുടെ ക്യാരക്ടറും ഒരു ഫൈറ്റ് സീക്വൻസ്, സുരേഷ് ഗോപിയും ബൈജു ഒക്കെ ആയിട്ടുള്ള ഒരു ഫൈറ്റ് സീക്വൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പുള്ളി ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു രീതിയിലാണ് ആ ഫൈറ്റ് സീക്വൻസിലൊക്കെ വന്നപ്പോൾ തോന്നിയത്. ആ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് സിനിമയിൽ വന്നിട്ടുണ്ട്. അതുപോലെ ആസിഫിന്റെ അനിയൻ അസ്കർ ഇതിലൊരു പോലീസ് ഓഫീസറിന്റെ റോൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ അസ്കർ ആ റോൾ ചെയ്തിട്ടുണ്ട്. ചില സീൻസിലൊക്കെ ഒരു നിസ്കരിക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. അതിലൊക്കെ കാണുമ്പോൾ പക്ക ആസിഫല് തന്നെയാണെന്ന് നമുക്ക് തോന്നും. പിന്നെ ഇതിൽ അത്യാവശ്യം നല്ലതായിട്ട് വന്നത് എനിക്ക് തോന്നിയത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ നല്ലോണം വന്നിട്ടുണ്ട്. ജിബ്രാൻ ആണ് ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. 3-4 പാട്ടുകളും ഒക്കെ ഉണ്ട്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയ്ക്ക് മെയിൻ ഒരു ത്രെഡ് ഉണ്ടെങ്കിൽ പോലും പോകെ പോകെ സിനിമയുടെ മെയിൻ ഗോൾ എന്ന് പറയുന്നത് കേരളത്തിലെ ഭരണ പ്രതിപക്ഷ രാഷ്ട്രീയക്കാരെ എന്താ പറയാ കരിവാരിത്തേക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരെ പഴിചാരുക എന്നുള്ള ഒരു അൾട്ടിമേറ്റ് ഗോളിലാണ് ഈ സിനിമ ആക്ച്വലി പോകുന്നത്. ഒരു കോർട്ട് റൂം ഡ്രാമ പോലെയാണ് ഈ സിനിമ ആക്ച്വലി എടുത്തിരിക്കുന്നത്. പക്ഷെങ്കിൽ അത് എത്രത്തോളം പ്രേക്ഷകനെ കൺവിൻസ് ആക്കാൻ പറ്റി എന്നുള്ളത് സംശയമാണ്. അതുപോലെ പ്രേക്ഷകർക്ക് അത് എത്രത്തോളം ഇമോഷണലി കണക്ട് ആവും എന്നുള്ളതും എനിക്ക് പേഴ്സണലി അത്ര ഇമോഷണലി ഭയങ്കര കണക്ട് ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും എനിക്ക് തോന്നിയില്ല. ഒരു കംപ്ലീറ്റ് സുരേഷ് ഗോപി പടം എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സിനിമ എക്സ്പെക്ട് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു ഡിസപ്പോയിന്റ്മെന്റ് ആയിരിക്കാം ഈ സിനിമ നൽകുന്നത്. അല്ലാതെ ഓക്കെ, കുഴപ്പമില്ല, ജസ്റ്റ് കണ്ടിരിക്കാം, കുഴപ്പമില്ലാണ്ട് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമ, അത്രേ ഉള്ളൂ. പിന്നെ സുരേഷ് ഗോപിയുടെ ഗെറ്റപ്പിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഭയങ്കര താടിയൊക്കെ ആയിട്ട് ഭയങ്കര ആർട്ടിഫിഷ്യാലിറ്റി തോന്നി.
ഡൈ തേച്ച് കറുപ്പിച്ച് കൂടിപ്പോയതിന്റെ ആണോ, താടി കൂടിപ്പോയാണോ, എന്താണോ, എന്തോ ഒരു ഫുൾ ഗെറ്റപ്പില് ആ താടിയുടെയാണ് എനിക്ക് തോന്നിയത്. ഒരു ആർട്ടിഫിഷ്യാലിറ്റി നല്ലോണം ഉള്ള പോലെ തോന്നി. സോ ഇതൊക്കെയാണ് JSK. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടുള്ള തരക്കേടില്ലാത്തൊരു സിനിമ. അത്രേ ഉള്ളൂ. മറ്റൊരു സിനിമ വിശേഷവുമായി വീണ്ടും കാണാം. പ്ലീസ് ഡു സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സൈനിങ് ഓഫ്. താങ്ക് യു.